ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ടും നമ്മൾ ഇടാതൊരു കണ്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ തന്നെ നമ്മളും ബിഗ് ബോസ് ഷോ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നൊരു TV ഷോ ആണ് ബിഗ് ബോസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങിയത് നമ്മുടെ റോബിൻ്റെ ആ ഒരു സീസൺ മുതലാണ് കാണാൻ വേണ്ടി തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അഖിൽമാരാറിൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും സീസണിൽ വന്ന് എത്തി നിൽക്കുകയാണ്. നമ്മൾ ശരിക്കും കുറേയായി വിചാരിക്കുന്നത് ഈ ഒരു സീസൺ 6 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും ഇതിൻ്റെ ഒരു കണ്ടന്റ് വീഡിയോ നമ്മൾ യൂട്യൂബിലൂടെ ഇടണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് നമുക്കതൊരു പ്രാർത്ഥിക്കാകാൻ പറ്റിയത്. അപ്പോൾ ഇത് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചതിന്റെ ആ ഒരു ബാക്കിലത്തെ ഒരു എന്താ പറയാ തേജോ വികാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഈ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ. അത് മാത്രമല്ല, നമ്മളെക്കാളും ഉപരി ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർക്കും നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സെയിം കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക വ്യൂ പോയിന്റിൽ നമുക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവർ ആ കാട്ടിക്കൂട്ടുന്നത് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ നമ്മളെ പോലെ വ്യൂവേഴ്സിന് തോന്നുന്ന ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോ അപ്പോൾ പല അഭിപ്രായം ഉണ്ടാകും, പല രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. അപ്പൊ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെയാണ്. അപ്പൊ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒടുക്കത്തെ പ്രേമത്തിലാണെന്നല്ല, അവര് പ്രേമിച്ചിട്ട് ഗെയിം കളിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ് എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ വന്നപ്പോഴും ലാലേട്ടൻ പറഞ്ഞു പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള കുറെ ആൾക്കാർക്കും ഈ സെയിം ഡൗട്ട് ഉണ്ട്, ജാസ്മിനും ഗബ്രിയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. അപ്പൊ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ലാലേട്ടൻ ജാസ്മിന്റെ അടുത്തും ഗബ്രീന്റെ അടുത്തും പറഞ്ഞു. ഗബ്രി കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ലെങ്കിലും ജാസ്മിൻ പറഞ്ഞു അവർ തമ്മിൽ പ്രണയത്തിലല്ല, ഫ്രണ്ട്ഷിപ്പ് ആണ്, എന്നാല് അത് പ്രണയത്തിലേക്ക് കടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവർക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രണയത്തിലായി കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്രണയത്തിലെത്താണ്ട് അവർ പിടിച്ചു വെക്കുന്നതാണ് എന്നാണ് ജാസ്മിന്റെ ഭാഗത്ത് നിന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു വ്യൂവർ എന്നുള്ള എൻ്റെ ഒരു ഇതിലും, പിന്നെ അത് മാത്രമല്ല ജാസ്മിൻ ജാഫർ എന്നുള്ള ഒരു വ്യക്തിയെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ജാസ്മിൻ്റെ വീഡിയോസിലായിക്കോട്ടെ ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇവിടെ എൻഗേജ്ഡ് ആണ്, അഫ്സൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഇവിടെ എൻഗേജ്ഡ് ആണ്, പുള്ളിക്കാരനെ കല്യാണം കഴിക്കുന്നൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്സലിന് മുന്നേ ഒരു മുന്നാന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനുമായിട്ട് പുള്ളിക്കാരിയുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അവരുടെ വ്യക്തിപരമായ കാര്യം കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം വന്നതാണ് ഈ അഫ്സൽ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് പുള്ളിക്കാരനുമായിട്ട് എന്താ പറയുക വാക്ക് കൊടുത്തിട്ടാണ് ഈ പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വാക്ക് കൊടുത്ത ഒരു വ്യക്തിക്ക് അവിടെ ബിഗ് ബോസിൽ പോയിട്ട് ഗെയിമിന്റെ ഭാഗമായിക്കോട്ടെ എന്തിന്റെ ഭാഗമായാലും അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം പുള്ളിക്കാരി പുറത്ത് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഗെയിം കളിക്കാനാണ് വന്നതെങ്കിൽ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് പോകണം. അവിടെ ഗബ്രിയുമായിട്ട് എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഗബ്രീനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അപ്പൊ പുറത്തുള്ള പയ്യനുമായിട്ട് അവള് ഫ്ലേട്ടിംഗ് ആയിരുന്നോ, അല്ലെങ്കിൽ ആ പുറത്തുള്ള പയ്യനെ ചതിക്കുമായിരുന്നു? പെട്ടെന്ന് ഒരു പയ്യനെ കാണുമ്പോഴേക്ക് അവളെ അങ്ങനത്തെ വീഴാനെങ്കിൽ അവളെ മൈൻഡ് എന്താ, ഇവള് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതാ പറഞ്ഞത്. അപ്പൊ അതൊരു ഗെയിം ആണോ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അവരൊരു ഗെയിമിന്റെ ഒരു ഇതാണോ എന്നും പറയാൻ പറ്റില്ല. ടീമായിട്ട് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വെച്ച് കളിക്കുന്നതാണോ. നമ്മളിപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, അവർ സെപ്പറേറ്റ് ആയപ്പോൾ അവരൊരു ശക്തി കുറഞ്ഞെന്ന് വേണം പറയാം. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല. സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ആ ഒരു ഒന്നിച്ചിട്ടുള്ള പോക്കലല്ല ഇപ്പം കാണുന്നത്. അപ്പോൾ എന്തായാലും തന്നെ ഗബ്രി ഓട്ടോമാറ്റിക് തളർന്നു. ആയിക്കോട്ടെ, അവര് ഫ്രണ്ട്ഷിപ്പോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഈ TV ഷോ എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചെറിയ കുട്ടികളടക്കം, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ മോളടക്കം കാണുന്ന പരിപാടിയാണ്. പക്ഷെ ഇവര് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്തൊക്കെയാ, ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത പരിപാടികളാണ്, കലാപരിപാടികളാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടു നിൽക്കുമ്പം ജാസ്മിനെ പേഴ്സണൽ മീൻസ് അങ്ങനെയല്ല, നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾ അറിയുന്നവരാണല്ലോ.
അപ്പോൾ അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ജാസ്മിനെ പറ്റി ഒട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ജാസ്മിൻ്റെ ക്യാരക്ടറും ഇതിലേക്ക് വരുമ്പോഴുള്ള ജാസ്മിൻ്റെ ക്യാരക്ടറും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ നമുക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, ജാസ്മിനെ എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ്റെ പുറത്തുള്ള യൂട്യൂബ് ലൈഫിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു ക്യാരക്ടറും പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്നിട്ടുള്ളതാണ് ഉള്ള ക്യാരക്ടറും തമ്മിൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം യൂട്യൂബിലാണെങ്കിലും പുള്ളിക്കാരിയുടെ എല്ലാ A to Z കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറും ഇവിടെ വന്നിട്ട് വേറെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ക്യാരക്ടറും കാണുമ്പം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. കാരണം പുള്ളിക്കാരി പുറത്ത് അത്രയും ജെനുവിൻ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച്, കാരണം ജാസ്മിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമാകുമ്പോൾ നമുക്ക് ചെറിയൊരു നല്ല രീതിയിൽ അവളെ വെറുത്തു. പക്ഷേ എനിക്ക് അവരെ രണ്ടാളെയും എല്ലാവരും കൂടി അവർ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഇത് വരുന്നു. അതാണ് അത് അറിയാത്തതുകൊണ്ട് ബാക്കിയുള്ള ടീം അത്രയും എല്ലാ കാര്യത്തിനും കുറ്റം പറയുമ്പം നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തോ ഒരു ഇത് വരുന്നു. അത് അവളെ ശരിക്കും ബിഗ് ബോസിൽ വന്നിട്ട് അറിയാൻ കാണുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള അതൊന്നും അല്ല. അവളെ ഗെയിം എന്തോ ആയിക്കോട്ടെ, അവളെ ഗെയിം കളിക്കാൻ അവിടെ പോയത്, നമ്മൾ അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇതുപോലെ തന്നെയാണ് എന്താ പറയാ, പല കപ്പിൾസ്, ഇപ്പം ഡോക്ടർ റോബിൻ ആണെങ്കിലും ദിൽഷ ആണെങ്കിലും ഒക്കെ റോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ദിൽഷേനെ. അതിൽ നമുക്ക് കണ്ട എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അവരൊന്നും ഇവര് കളിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും ആ ഒരു കടിച്ചിട്ടും പിടിച്ചിട്ടും തൊട്ടിട്ടുള്ള കളിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ലവ് ആണോ അങ്ങോട്ട് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം ഒരു യഥാർത്ഥ ലവ് ആണെങ്കിൽ ഇങ്ങനെ തൊട്ടിട്ടും പിടിച്ചിട്ടും മാന്തിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവള് പറയുന്നത് അവനോട് ഭയങ്കര പ്രേമമാണ്. പക്ഷെ അവൾക്ക് പുറത്ത് സെയിം ടൈം പുറത്ത് എൻഗേജ്ഡ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻഗേജ്ഡ് ആയിട്ട് വന്നൊരു വ്യക്തി പുറത്ത് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരാളെ കാണുമ്പോഴേക്കും അവൾക്ക് ബോധമില്ലേ പുറത്ത് എൻഗേജ്ഡ് ആയതാണ് ഞാൻ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവനുമായിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ടാവൂലേ. എന്നിട്ട് അവൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടുപോകുന്നത് എന്നാ പറയുന്നത്. അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ, അതായത് ഇപ്പൊ ബിഗ് ബോസ് ഒരു മാസം ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതായിരിക്കാം. അതെ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും ജാസ്മിൻ്റെ കാര്യത്തിൽ പുറത്തൊരു തീരുമാനമായിട്ടുണ്ട്. ജാസ്മിൻ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തി പുള്ളിക്കാരിനെ വേണ്ട എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലും ഒഫീഷ്യലായിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. കാരണം പുള്ളിക്കാരൻ മാക്സിമം അനുഭവിച്ച് മതിയായി എന്നാണ് പുള്ളി പറയുന്നത്. കാരണം ആ പുള്ളി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഇങ്ങനെ എൻഗേജ്ഡ് ആണ്, ഇന്ന വ്യക്തിയുമായിട്ട് എൻഗേജ്ഡ് ആണെന്ന് ബിഗ് ബോസിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ പുള്ളിക്കാരന് കുറേ അറ്റാക്കും മീൻസ് കുറേ സൈബർ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഫാമിലി ഒക്കെ നാണം കെട്ടു. കാരണം ഈ ജാസ്മിൻ ഇങ്ങനെ ഇന്നയാളുമായിട്ട് വ്യക്തിയായിട്ടുള്ളതാണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഫോൺ വരാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് കൊണ്ട് പുള്ളിക്കാരൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ ജാസ്മിൻ എന്നുള്ള വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, അവൾ എന്നെ ചതിക്കുമായിരുന്നു. ഫാമിലിയിലുള്ള ആൾക്കാർ ഇവരെ അത്രയും നാണം കെടുത്തുന്നുണ്ടാവില്ലേ ഇവളെ ഒരു കളി വെച്ചിട്ട്. അതെ, അപ്പൊ ഒരു കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ, നീയായിട്ട് ഉറപ്പിച്ച പെണ്ണല്ലേ, അവൾ എന്താ അവനുമായിട്ട് കാണിച്ച് അല്ലെ കളിച്ച് അവിടെ എന്താ ചെയ്യുന്നത്. അതെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അവനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവളുമായിട്ട് ഇനിയിപ്പം താല്പര്യമില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരു ഗെയിമിൽ പോയത് കൊണ്ട് അവളുടെ ലൈഫ് അവളായിട്ട് തകർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേറെ ആരും പുള്ളിക്കാരൻ ഇത്രയും ഒരു മാസം സപ്പോർട്ട് ചെയ്ത്, ഇത്രയും ഗെയിം കണ്ടിട്ടും പുള്ളിക്കാരൻ ഒരു മാസം പുറത്ത് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. സഹികെട്ട അവസ്ഥയിൽ ഇപ്പം ലാസ്റ്റ് പിന്നെ ബിഗ് ബോസിൽ അവര് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഐ ലവ് യു പറഞ്ഞത് കൂടെ ആയപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി എനിക്ക് ഹെർട്ട് ചെയ്യാൻ വയ്യ, ഞാൻ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു വ്യൂ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ, നിങ്ങളുടെ ആ ഒരു വ്യൂ എന്താണ്, അവൾ ശരിയായ രീതിയിലാണോ ഗെയിം കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അല്ലേ, നമ്മുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. അപ്പം നമ്മളെ വ്യൂയിലൂടെയാണ് നമ്മളിത് അറിയിക്കുന്നത് അല്ലേ, നമ്മളെ നിങ്ങളുമായിട്ട് ഒന്ന് അപ്പോ അതെ, ഇന്നിപ്പം രാവിലെ മുതലേ എന്താ പറയാ എല്ലാരും കൂടെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അവർ രണ്ടാളും ഒരു മൂലയിൽ സൈഡായിട്ടുള്ള അവസ്ഥയിലാണ്. നമുക്കൊരു സങ്കടം വരുന്നത്. എനിക്ക് പേഴ്സണലി സങ്കടം വരുന്നില്ല, കാരണം 10-15 പേര് കൂടി
രണ്ടുപേരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതിൽ എനിക്ക് പേഴ്സണലി ഒരു നമുക്കല്ല എനിക്കൊരു പേഴ്സണലി സങ്കടം ഒന്നും വരുന്നില്ല. അപ്പൊ ഇവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ പേഴ്സണലി അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ്. കാരണം ഞാൻ അത്രയും വെറുത്തുപോയി രണ്ടാളെയും. ഗബ്രി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഗബ്രീന്റെ ഇൻസ്റ്റാഗ്രാമും പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഫുൾ കമ്പനി ലേഡീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കണേ. പക്ഷെ ഞാൻ ജാസ്മിന്റെ കാര്യമാണ് പറഞ്ഞത്. ജാസ്മിനെ പേഴ്സണലി നമ്മൾ അറിയുന്നത് കൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ആയപ്പോൾ എനിക്കെന്തോ പേഴ്സണലി കുറച്ച് വിഷമം പോലെ തോന്നി. അപ്പോൾ അതെനിക്കൊന്ന് പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ ആ ഒരു ഇത്. ഞാൻ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റുമായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. ഇനി മുന്നോട്ട് കുറെ ഉള്ള ദിവസങ്ങളിൽ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വേറെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളും ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് അങ്ങനെയൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഞാനായിക്കോട്ടെ, നമ്മൾ രണ്ടാളാണെങ്കിലും ഡെയിലി ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വലിയ ഇതുള്ള കാര്യമില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടന്റ് മാറി വ്യതിചലിച്ച് പോകണ്ടെന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ ഇത്രയും നാളെ വീഡിയോ ചെയ്യാതിരുന്നത്. ചെയ്യാനാണെങ്കിൽ നമുക്കല്ലേ ഡെയിലി താല്പര്യം പറയുകയാണെങ്കിൽ നമ്മള് ഡെയിലി ഓരോ എപ്പിസോഡും ലൈവില് ഓരോ എപ്പിസോഡും നമ്മള് പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെയുള്ള ആ ഒരു ജാസ്മിന്റെ ആ ഒരു ക്യാരക്ടറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നിയതാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ തോന്നണമെന്നില്ല. ഒരാണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് കിടന്നാലോ അല്ലെങ്കിൽ ഒരുമിച്ച് കൈപിടിച്ച് നടന്നാലോ പിച്ചിയാലോ മാന്തിയാലോ അത് വേറൊരു രീതിയിൽ എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെ എന്താ പറയുക, അത്ര ഒരു സദാചാര വ്യക്തിയൊന്നും അല്ല ഞാനും. ഒരാണും പെണ്ണും ഒരുമിച്ച് നിരുന്നു കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത്ര വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് കുറച്ച് ഓവറല്ലേന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിതിൽ പറഞ്ഞത്. കാരണം പുറത്ത് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉള്ളിൽ പെട്ടെന്ന് ഒരു ആണിനെ കാണുമ്പോൾ, അവൾ ആണിനെ കാണാത്ത ഒരാളൊന്നുമല്ല. കാരണം അവളുടെ ആ ഒരു ഫീൽഡിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാരുടെ പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇത് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഇതുപോലൊരു മിംഗ്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലൊരു മിംഗ്ലിംഗ് അവിടെ വേറൊരു കണ്ടസ്റ്റൻസും ഒരു ബോയ്സിനോടും കാണിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ കുട്ടികളെല്ലാം കാണുന്ന ഷോ ആണ്. ഈ ഒരു രീതിയിൽ ശരിക്കും അനുവദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പ്രതികരിക്കാൻ കാരണം നമ്മുടെ പൊന്നു ആണെങ്കിലും ഈ ഷോ കാണുന്നതാണ്, നമ്മുടെ കൂടെ ഇരുന്ന് കാണുന്നത്. അപ്പൊ ഇതുപോലുള്ള സീനൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാതിരി ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. കാരണം ഈ ഷോ കുട്ടികളൊക്കെ കാണുന്നതല്ലേ, നമ്മളായിട്ട് കാണിച്ചു കൊടുക്കുന്ന പോലെ ആയി പോലും ഇങ്ങനത്തെ. അപ്പൊ അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പറയുന്ന പോലെ ശ്രീതു ആയിക്കോട്ടെ അർജുൻ ആയിക്കോട്ടെ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രഷ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കും ഉണ്ട്, അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ശ്രീതു ഇന്ന് വരെ അർജുന്റെ കൈ പിടിച്ചിട്ടോ അർജുൻ ഇതുവരെ ശ്രീതുവിന്റെ കൈ പിടിച്ചിട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം പുള്ളിക്കാരൊക്കെ ഭയങ്കര ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. കാരണം പുള്ളിക്കാരിക്ക് പുറത്ത് ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ കരിയർ അതൊക്കെ ഒരു ഇമേജ് കോൺഷ്യസ് ആണ് പുള്ളിക്കാരി. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിലും നല്ല ക്യാരക്ടറാണെന്ന് വിചാരിച്ച് ജാസ്മിൻ ഉള്ളിൽ പോയിട്ട് ഇതുപോലത്തെ ഓരോരോ കളി കളിക്കുന്നത് കാണുമ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും അതുപോലെ ആണെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് എന്താ പറയുക, പ്രതികരിക്കണം എന്നല്ല, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്, നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ വേറെ ഒരു കണ്ടസ്റ്റൻസിനെ പറ്റിയും പറയാത്തത്. പക്ഷേ എങ്കിൽ ബിഗ് ബോസ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ജാസ്മിനും ഗബ്രിയാണ്. കാരണം അവരുടെ ആ ഒരു ലീലാവിലാസങ്ങൾ കാണാനാണ് കുറെ കുറ്റം പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞ കുറെ ആൾക്കാർ അത് കാണുന്നത്. ഇപ്പം ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ ഇപ്പൊ കുറച്ച് ആൾക്കാർ പുതുതായിട്ട് വന്നപ്പോൾ അവരെ വാല് പിടിച്ചിട്ട് ഇപ്പം കുറെ സംസാരം ഇവർക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഇത് കളിക്കുന്നത് കൊണ്ട് ജാസ്മിന്റെ ഫാമിലിക്ക് കുറെ അറ്റാക്കും കാര്യങ്ങളൊക്കെ പോകുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ജാസ്മിൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് അവളുടെ ഫാമിലി അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല. അത് അങ്ങനെ ചെയ്യുന്നത് അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജാസ്മിൻ ഇനിയിപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പം ജാസ്മിന് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയതിൻ്റെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉള്ളത്, സംഭവങ്ങളൊക്കെ. പക്ഷേ ഗബ്രീൻ്റെ ഫാമിലി ആണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഹിന്റ് കൊടുത്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല റിലേഷൻഷിപ്പും പല ആൾക്കാരുടെ നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും. പക്ഷെ അതൊരു പരിധിക്കുള്ളിൽ നിർത്തണം എന്നൊരു ഹിന്റ് കൊടുത്തായിരുന്നു. എന്നിട്ടും ആ പൊട്ടന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ ഇനി മനസ്സിലാവാതെ പോലെ അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. ഈ ജാസ്മിൻ ആയിക്കോട്ടെ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് എൻട്രീസിൽ വന്ന കുറേ ആൾക്കാരും പിന്നെ ബിഗ് ബോസ് പേഴ്സണലി വിളിച്ചിട്ടും കുറേ ഹിന്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പുള്ളിക്കാരി എന്തുകൊണ്ടാണ് മാറാത്തെ, ഇതേപോലെ തന്നെ കളിച്ചു പോണേന്ന് അറിയില്ല. ഇനി അവര് ശരിക്കും ഇഷ്ടത്തിലാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇഷ്ടത്തിന്റെ കാര്യം അവർ നേരത്തെ പറഞ്ഞു.
അപ്പോൾ എന്താ പറയുക, കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഫ്രണ്ട്ഷിപ്പിലേക്ക് മാത്രം ഒതുക്കുന്നതാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇതൊരു നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ഒറ്റയ്ക്ക് ഇന്ന് വരെയും ഇന്നത്തെ ലൈവിൽ വരെ അവർ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിൻ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ബാക്കി 14 പേരും ഓളെ തലയിലിട്ട് കയറുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു എന്താ പറയാ നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ് എ ബിഗ് ബോസ് കട്ട ഫാൻ വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്കത് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വേറൊരു കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും പറയുന്നില്ലെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആരുമല്ല, അത്ര വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യത്തെ. ജിൻഡോ എന്ന് വെച്ചാൽ ഒരു എത്ര കൂടുതൽ മുന്നോട്ട് കുറെ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടത്തനോ അങ്ങോട്ടും പല ആൾക്കാരെയും കൂടെ നിന്ന് അഗൈൻസ്റ്റ് ഓരോ ആൾക്ക് പണി കൊടുക്കാൻ നോക്കുന്നു. പക്ഷെ ഗെയിം ആണെങ്കിലും അത് ഒരു ന്യായമായ കാര്യമല്ലല്ലോ. ഇപ്പൊ കുറെ വൈൽഡ് കാർഡ്സ് 5-6 വൈൽഡ് കാർഡ്സ് വന്നത് കൊണ്ട് ജിൻഡോന് ഒരു ടീമായി കുറച്ചും കൂടി ഒരു, അല്ലെങ്കിൽ ജിൻഡോ അധികം വായ തുറക്കാത്ത ഒരു കോമഡി ഇതിലങ്ങനെ പോന്നിരുന്നു. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് എന്താ പറയാ, കുറച്ചൊരു ഒരു ഉഷാറായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഭയങ്കര ആക്റ്റീവ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അപ്സരനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അപ്സര നല്ലൊരു കണ്ടസ്റ്റന്റ്, നല്ലൊരു ഗെയിമറാണ്. പല ആൾക്കാർക്കുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അപ്സര എന്താ മുന്നിൽ നിന്ന് അവരെ ഇതും കൂടി കളഞ്ഞു പോകുന്നു. പക്ഷെ അപ്സരനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരി ജെന്യൂൻ ആയിട്ട് ഒറ്റക്ക് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. കാരണം ടോപ്പ് 5 വരാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് അപ്സര എന്ന് പറയുന്നത്. പിന്നെ അതിൽ ടോപ്പ് 5 വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ, ജാസ്മിനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ തള്ളി വിടുകയാണെങ്കിൽ ചിലപ്പോൾ ടോപ്പ് 5 വന്നേക്കാം. അതിന് മുന്നേ എന്താ ഈ ഒരു കയ്യിലിരിപ്പ് തന്നെയാണെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ ഔട്ടായി പോകേണ്ടതാണ്. പിന്നെ ആരാണ് ഇപ്പോൾ ഉള്ളതിലും സിജോ അതിന് തിരിച്ചു വരുമെന്ന് അറിയില്ല അല്ലേ. പുതിയ ആൾക്കാർ കുറച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് തോന്നുന്നു. അറിയില്ല, നമുക്കിനി ഏതായാലും നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നത്, നമ്മുടെ ജാസ്മിൻ്റെ ആ ഒരു ലീലാവിലാസങ്ങൾ നമുക്ക് തോന്നുന്ന പോലെ തന്നെയാണോ നിങ്ങൾക്കും തോന്നുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെയുള്ള ലൈവിൽ ഇതുപോലൊരു തുടർച്ച, നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള തുടർച്ചയായ കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുമിച്ചിട്ട് ഒരു ബെഡിൽ കിടക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ഒരുമിച്ചൊരു വാഴയുടെ സൈഡിൽ പോയിരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവിലും കൂടി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ഇതുപോലെ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്താൽ നമുക്കും ഇനി മുന്നോട്ടുള്ള എപ്പിസോഡ് നിങ്ങളിലേക്ക് നമ്മളൊരു വ്യൂ വെച്ചിട്ട് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കും. അതെ, അപ്പോൾ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അല്ലേ ഇപ്പം ബിഗ് ബോസിൻ്റെ അഡിക്റ്റ് ആയിട്ട് മാറിയത്, പറ അല്ലേ? അതന്നെ, ഞാനിപ്പോൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ബിഗ് ബോസ് ആക്ച്വലി ആളായിരുന്നു. എന്നെ ബിഗ് ബോസ് കാണുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചീത്ത പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറെ പണിയൊന്നുമില്ല ബിഗ് ബോസ് കാണാൻ, അങ്ങനെ ഇങ്ങനെ റോബിന്റെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ. ഇത് കാണാനുള്ള മെയിൻ കാരണം ഇവരെ അടി കാണണം, എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ അറിയില്ല, നാളെ നിങ്ങൾക്ക് പൊങ്കാലയിടും. അങ്ങനെയല്ല, 2000 ഏത് സീസണായിരുന്നു റോബിന്റെ സീസൺ 4. നമ്മളെ റോബിന്റെ സീസൺ കാണുമ്പോൾ ഞാൻ ഇരുന്ന് നട്ടപ്പാതിൽ 1 മണിക്കൊക്കെ ലൈവ് കാണുമ്പോൾ എന്നെ ഇരുന്ന് ചീത്ത പറയും, എനിക്ക് വേറെ പണിയൊന്നുമില്ല ചോദിച്ചിട്ട്. പിന്നെ നമ്മളിങ്ങനെ റോബിന്റെയും ഇവരെയും മറ്റുള്ള അഖിൽമാരാറിന്റെ സീസൺ വന്നപ്പോ തോന്നുന്നില്ല ഇങ്ങനെ ഇരുന്ന് കാണാൻ തുടങ്ങിയത്. അഖിലിന്റെ സീസൺ ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എല്ലാ സീസണും കാണാറുണ്ട്. അഖിലിന്റെ സീസൺ നല്ല കോമഡിയാണ്. പക്ഷെ അതിലൊക്കെ നല്ലൊരു എന്താ പറയാ, എത്ര അടി കൂടിയാലും അവർ പരസ്പരം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എല്ലാം കണക്കാണ്. കാരണം നമുക്ക് ആരോടും ഒരു പേഴ്സണൽ ഒരു ഇഷ്ടം തോന്നുന്നില്ല ആരോടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അപ്സര നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ്. അപ്സര ടോപ്പ് 5 വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോൾ 6 വൈൽഡ് കാർഡ് വന്നിട്ടേ ഉള്ളൂ. അവരെ കളിയൊക്കെ എങ്ങനെയാണെന്ന് ഇനി നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കളി ഇതുപോലെ തന്നെ ഇനി തുടർന്ന് പോകുന്ന എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സിജോ വരാനുണ്ട്. സിജോയിന് എങ്ങനെ വരുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം ഇത്രയും വീക്ക് മിസ്സായത് കൊണ്ട് ഇനിയിപ്പം സിജോ വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂല. കാരണം അധികം ലേറ്റ് ആവുകയാണെങ്കിൽ സിജോന് കയറാൻ പറ്റൂല എന്ന് കഴിഞ്ഞ ഷോയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിജോ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ടോപ്പ് 5 വരാൻ എന്തുകൊണ്ടും യോഗ്യനായൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിജോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന റോക്കി, ഈ 6 കണ്ടസ്റ്റൻസ് ഉള്ളപ്പോൾ റോക്കി ഉണ്ടാവണമായിരുന്നു. ആ സിബിൻ്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ റോക്കി ഇല്ലാതെ
സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റാണ്. സിബിൻ പുറത്ത് നിന്ന് കളി നല്ല പഠിച്ചിട്ട് വന്നൊരു മനുഷ്യനാണ്. മറ്റേ സൈഡ് പോയിട്ട് കളിക്കുകയും ചെയ്യും, ഇപ്പുറത്തെ സൈഡ് പോയിട്ട് അതിനെ അഗേൻസ്റ്റ്. അതെ, പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയും നാള് നമ്മൾ ഈ ഒരാഴ്ച മുന്നേ വരെ വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ വരെ ഈ ഗബ്രീന്റെയും ജാസ്മിന്റെയും മാത്രം ലീലാവിലാസ് ആയിരുന്നു. സിബിൻ വന്നതിന് ശേഷമാണ് കോമഡിയും കുറച്ച്. അതുവരെ ജാസ്മിനും ഗബ്രീനും അഗെയിൻസ്റ്റ് നേർക്കുനേരെ ആരും അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം സിബിനും ടീംസ് ഒക്കെ വന്നതിന് ശേഷം കുറെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ജാസ്മിനും ഗബ്രീനും. തലപൊക്കി ജാസ്മിന്റെ കുറച്ച് അഹങ്കാരം കുറച്ച് ഡൗൺ ആയ പോലെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിൻ ഭയങ്കര ഇപ്പോഴും പറയുന്നുണ്ട്, എന്നാലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരൻ എന്തിനാ പോയിന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ കാറിലിരുന്ന് റിവ്യൂ പറയുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. കാരണം പുള്ളിക്കാരന് പറ്റിയ പരിപാടി പുള്ളിക്കാരൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാറിലിരുന്ന് സിനിമ റിവ്യൂ പറയുന്നത് പോലെ എല്ലാ ബിഗ് ബോസിൽ കയറി കളിക്കല്. കാരണം അത്രയും വായിൽ നാവുള്ള ആള് ബിഗ് ബോസിൽ വന്നിട്ട് ഒട്ടും വായി തുറക്കാതെ പുള്ളി നമ്മളെ പണ്ടത്തെ അഖിലിന്റെ ഇതിലുള്ള ആ റാപ്പ് സോങ് പറഞ്ഞവന്റെ പേരെന്തായിരുന്നു, പിന്നെ കഴിഞ്ഞ അഖിലിന്റെ സീസണിലുള്ള ആ പുള്ളിക്കാരനെ പോലെ കൂളായിട്ട് നടക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരനെ. അത് ആ പുള്ളിക്കാരന്റെ സ്ട്രാറ്റജി ആണോ നമുക്കറിയില്ല, ബിഗ് ബോസിന്റെ ഭാഷയിൽ പറഞ്ഞ സ്ട്രാറ്റജി ആണോ നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ 2 മാസം കൂടെ ഷോ ഉണ്ടാവും. ടോട്ടൽ 100 ദിവസത്തെ അല്ലേ, അപ്പൊ നമുക്ക് നോക്കാം. 100 ഡേയ്സ് ഇനിയിപ്പോ 2 മാസം കൂടി ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, ആരൊക്കെ ടോപ്പ് 5 വരും നമുക്ക് കാത്തിരുന്ന് കാണാല്ലേ. അപ്പൊ ഇനിയിപ്പം അടുത്ത ഓരോരോ കണ്ടസ്റ്റൻസിന്റെ കളിയും കാര്യങ്ങളും ആയിട്ട് നമുക്ക് അല്ലേ പറ്റുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, കാണാം. അപ്പൊ തൽക്കാലം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. തൽക്കാലം നമ്മളിതിപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലെ മെയിൻ കണ്ടന്റ് ജാസ്മിനും ഗബ്രിയാണ്. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു വ്യൂ പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.